ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നൊരു 30 മീറ്ററോളം റോഡിൽ നിരങ്ങി ഒരു ഹാഡ് ഒബ്ജക്റ്റ് വന്ന് അടിച്ചിട്ട് ലോറി 16-20 അടി താഴ്ചയുള്ളൊരു കുഴിയിലേക്ക് വീണ് പുഴയിലേക്ക് ഒഴുകിപ്പോയി 130 മീറ്റർ പുഴയിലും സഞ്ചരിച്ച് മധ്യത്തിലെത്തി കിടക്കുന്ന ഒരു ട്രക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ചില്ലുകൾ പൊട്ടാനുള്ള സാധ്യത സ്വാഭാവികമല്ലേ? നമുക്ക് ഈ ഒരു അവസരത്തില് ഇതിലേക്ക് നമ്മളുടെ മണ്ണിന്റെ തുരുത്തിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വ്യക്തമായ ഒരു എഞ്ചിനീയറിംഗ് സംവിധാനം വേണം. അല്ലാതെ നമുക്ക് അവിടെ എത്താനോ ആ മണ്ണിനെ നീക്കം ചെയ്യാനോ കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു മൺകൂനി അല്ലത്. അതിന്റെ വലിപ്പം നമുക്ക് റഡാറോ മറ്റു സംവിധാനമോ വെച്ചൊന്ന് അളക്കാൻ കഴിഞ്ഞോ അതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയുവാണെങ്കിൽ നമുക്ക് കുറെ എളുപ്പമുണ്ട്. കാരണം മണ്ണ് മാത്രമല്ല, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിൽ വലിയ പാറകളും അതേപോലെ തന്നെ നമ്മൾ തിരയുന്ന ട്രക്കും മറ്റ് ടവറുകളും മറ്റ് പല സാധനങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടിയുള്ള ഒരുമിച്ചുള്ള ഒരു രൂപം മാത്രമാണ്. അപ്പൊ അതിനെ അവിടെ നിന്ന് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇളക്കി മാറ്റി മണ്ണ് വെള്ളത്തിൽ അലിഞ്ഞു പോയി പാറകളെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ തികച്ചും ഒരു സാങ്കേതിക വിദ്യ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വലിയ പുഴകളിലും മറ്റൊക്കെ പാലം നിർമ്മാണമൊക്കെ നടത്തുന്ന വലിയ കമ്പനികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊക്കെ ഒരു പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അതിലേക്ക് വരാം. ഞാൻ പ്രദീപിനോട് ചോദിച്ച ചോദ്യം പ്രദീപ് കേട്ടിരുന്നോ? ഇതിന്റെ ഗ്ലാസ് ഉടഞ്ഞു പോകാനും അതിൽ വെള്ളം, ഈ 7 നോട്ട്സ് ഉള്ള വെള്ളം വന്ന ക്യാബിനിൽ കയറാനും ഒക്കെയുള്ള സാധ്യത കൂടുതലല്ലേ? ഇപ്പോഴും ഹൈ പോസിബിലിറ്റി തന്നെയല്ലേ? തീർച്ചയായിട്ടും ഡോക്ടറാണ്. അതിന്റെ ഗ്ലാസ് ബ്രേക്ക് ആയിട്ടുണ്ടാകും. കാരണം ഏതൊരു വാഹനവും മറിഞ്ഞു വീഴുമ്പോൾ അതിൽ ക്യാബിലുണ്ടാവുന്ന ചെറിയ ചലനം പോലും അതിന്റെ മെയിൻ വിൻഡ്ഷീൽഡ് തകരും. അത് ഫസ്റ്റിലെ സംഭവിക്കുന്ന കാര്യമാണ്. തകർന്ന് അത് പുഴയിലേക്ക് അകപ്പെടുമ്പോൾ തന്നെ അതിന്റെ ക്യാബിനിലേക്ക് ഞാൻ ചോദിക്കട്ടെ പ്രദീപ്, അതായത് അങ്ങനെ ഷീൽഡ് തകർന്ന് പുഴയിലേക്ക് വീണിരിക്കുന്നു, നമ്മളിപ്പോൾ കരുതുന്നത് പുഴയ്ക്ക് ലംബമായി കിടക്കുന്നു എന്ന് കരുതുക. അതായത് ഈ ഫ്ലോ നേരെ ആ ക്യാബിനിലേക്കാണ് വരുന്നതെങ്കിൽ അതിനുള്ളിലൊരാളോ മറ്റു ഒബ്ജക്റ്റുകളോ, പ്രത്യേകിച്ച് ഹ്യൂമൻ ബോഡി പോലെ വെള്ളത്തിൽ വീണാൽ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള ഒരു ഹ്യൂമൻ ബോഡി ആ ട്രക്കിൻ്റെ ആ ക്യാബിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടപ്പുണ്ടാവുമെന്ന് വിശ്വസിക്കുക ഏറെക്കുറെ എത്ര ശതമാനമാണ്? കാരണം വെള്ളം ഇങ്ങനെ ഫ്ലോ അടിത്തട്ടിലെ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത് ഈ ക്യാബിനിൽ അടിച്ചു കയറിയാണല്ലോ പോവുക. ഈ ലംബമായി കിടക്കുകയാണ്, ഈ ഫ്ലോയ്ക്ക് അഭിമുഖമായി കിടക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇത് അതേ ഡയറക്ഷനിൽ വന്ന് ഉരുണ്ട് വന്ന് കിടക്കണം. മറ്റൊരു സാധ്യത, നമുക്ക് 2-3 സാധ്യത നോക്കിയാൽ ഒരു സാധ്യത ഫ്ലോയ്ക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കിടക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ക്യാബിനിലേക്ക് വെള്ളം കയറുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ഒഴുക്ക് ശക്തമാണല്ലോ. ഇതിൽ ഒരു സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറയാം. കാരണം റോഡിന്റെ മറുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറി ആണ് ഏതാണ്ട് റോഡിന്റെ മുഴുവൻ വീതി, ഏകദേശം 30 മീറ്റർ ഒക്കെ ആയിരിക്കാം റോഡിന്റെ വീതി. അത് മറികടന്ന് ഇപ്പുറം വന്ന് പുഴയിലേക്ക് വീണ് അവിടെ നിന്ന് നമ്മളിപ്പോ നിഗമനം വെച്ചിരിക്കുന്ന 130 അധികമായ ഒരു മീറ്ററിലേക്ക് വാഹനം എത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വാഹനത്തിന് കിട്ടിയ സ്ട്രൈക്കിൽ തന്നെ വാഹനത്തിന്റെ ക്യാബിനും അത് അനുബന്ധ ഘടകങ്ങളും ചുരുക്കി കൂടാനും അർജുൻ അതിനകത്ത് കുടുങ്ങാനൊരു സാധ്യതയുണ്ട്. അതില്ലാതില്ല. കാരണം അതിനുള്ള സാധ്യതയാണ് കൊണ്ടുപോകുക. വാഹനം ആക്സിഡന്റ് ആകുമ്പോൾ അത് ആക്സിഡന്റ് സ്വഭാവം അനുസരിച്ച് അർജുൻ ഏത് പൊസിഷനിലാണ് വാഹനത്തിൽ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഡ്രൈവിംഗ് പൊസിഷനിൽ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിയറിംഗ് റാഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളെല്ലാം അർജുനെ ജാമാക്കാം. അതല്ല അർജുൻ വാഹനത്തിൽ വിശ്രമിക്കുന്ന ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വിൻ ഗ്ലാസ് പൊട്ടിപ്പോയാൽ വെള്ളത്തിലേക്ക് വരുമ്പോൾ അർജുൻ അതിൽ നിന്ന് പുറന്തള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാബിനിൽ കുടുങ്ങിയാൽ മാത്രം പുറത്തു കിടക്കാനാവാതെ അർജുനന്റെ ശരീരഭാഗങ്ങൾ ക്യാബിനിൽ ഞെരുങ്ങി അമർന്നാൽ മാത്രമാണ് അർജുൻ ക്യാബിനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതോടൊപ്പം മണ്ണും കല്ലും വന്ന് വളരെ ഫിറ്റായ രീതിയിൽ അത് നിറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഒരിക്കലും ഒരു ഡൈവ് ചെയ്ത് ക്യാബിനുള്ളിൽ പ്രവേശിക്കാനോ ക്യാബിനിലുള്ള വസ്തുക്കളെ നീക്കം ചെയ്യാനോ ഒരു അണ്ടർ വാട്ടർ ഡൈവിങ്ങിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി മണ്ണിനെ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം വെച്ച് നീക്കം ചെയ്താൽ നമ്മൾ എത്ര വിസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാലും ഒരു ഡൈവറെ സംബന്ധിച്ച് മനുഷ്യ ശരീരത്തെ സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കില്ല. മറ്റെന്ത് വസ്തുവിലും പിടിക്കുന്ന പോലെയല്ല മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അളവുകൾ അനുസരിച്ച് നമുക്ക് ആ മനുഷ്യ ശരീരത്തെ സ്പർശിച്ചാൽ അറിയാം. പക്ഷെ ഇത്ര ദിവസത്തെ പഴക്കമുള്ള ഒരു മനുഷ്യ ശരീരം നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളത്, അതിൽ വെള്ളത്തിനടിയിൽ വെച്ച് വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാനാവില്ല. കാരണം അതിന്റെ ഒരു അവസ്ഥ, വെള്ളത്തിന്റെ ചൂട്, മനുഷ്യ ശരീരത്തിന്റെ ഇപ്പോൾ ഉള്ള അവസ്ഥ, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. തന്നെയല്ല ഈ വാഹനത്തിന്റെ ക്യാബിൻ ഈ ദേഹമായിട്ട് ജാമിലാണെങ്കിൽ നമ്മളുടെ പ്രയത്നം വെള്ളത്തിനടിയിൽ ഒരിക്കലും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വരാൻ പോകുന്ന കാര്യം.